ഇറാൻ്റെ ഒരു നേവൽ ഷിപ്പ് ശ്രീലങ്കയിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്ക മുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ന്യൂക്ലിയർ സബ്മറൈനിൽ നിന്നും പ്രയോഗിച്ചതായിരിക്കുന്ന ടോർപിഡോ ഏറ്റിട്ടാണ് ആ കപ്പൽ മുങ്ങിപ്പോയത്. കപ്പലിനെ തകർത്ത് കളയുന്നതായിരിക്കുന്ന വീഡിയോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്ര ശക്തമായിരിക്കുന്ന സ്ഫോടനമായിരുന്നു. അതിലൂടെ ആ ഒരു കപ്പലിനെ തകർത്ത് കളയാനായിട്ട്, നേവൽ ഷിപ്പിനെ തകർത്ത് കളയാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. 80ഓളം പേര് കൊല്ലപ്പെട്ടു, കുറേ അധികം പേരെ കാണാതെ. ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന തീരുമാനം ഇറാൻ എടുക്കേണ്ടത് ഇതൊരു ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം അമേരിക്കയെപ്പോലെ ഒരു അതികായനായ ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഇറാന് ശുഭമല്ല എന്നുള്ളതാണ്. ഇറാനെ ഒരു തകർത്ത് കളയുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക പവറാണ് അമേരിക്ക എന്നുള്ളത്. അമേരിക്കയുടെ കയ്യിലുള്ള അണ്വായുധങ്ങൾ, അവരുടെ ആയുധങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് യാതൊരുവിധ അറിവുമില്ല എന്നുള്ളതാണ്. അത്രമേൽ ശക്തമായിരിക്കുന്ന ആയുധങ്ങളെ വികസിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു രാജ്യം, ലോക പോലീസ് എന്ന് വിളിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനോട് അണ്വായുധം പോലും ഇല്ലാത്തതായിരിക്കുന്ന ഇറാനെ പോലെ ഒരു രാജ്യം ഏറ്റുമുട്ടാൻ ചെന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന വാർ പോലെ അല്ല ഇത്. യുക്രൈൻ കുറേ അടി റഷ്യക്ക് കൊടുത്തു. പിന്നെ റഷ്യ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 16,000-ഓളം വരുന്നതായിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പണുകളുണ്ട്. അതാണ് അവർക്കുള്ള ഒരു മേൽക്കൈ എന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ അങ്ങനെയില്ല. ഇറാൻ അങ്ങനെ ഒരു ത്രെട്ട് പറയാൻ പോലും എന്തില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല. അവരുടെ ഉള്ളത് കുറേ അധികം മിസൈലുകളുണ്ട്. ആ മിസൈലുകളുടെ ആവനാഴി തീരുന്ന സമയത്ത് അവിടുത്തെ പരിപാടി തീർന്നു എന്നുള്ളതാണ്. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവരുടെ ഇൻ്റലിജൻസ്, CIA, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് വിഭാഗമാണ് CIA അതുപോലെ തന്നെ മൊസാദ് എന്ന് പറയുന്നത്. അപ്പോൾ അവരോടുകൂടെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അവർ കൊടുക്കുന്നതായിരിക്കുന്ന ഇൻ്റലിജൻസ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു സൈന്യം. എന്നാൽ ഇറാനെ നേരെ തിരിച്ചു നോക്കുക. ഇറാൻ എന്തുണ്ട്? കുറേ മിസൈൽ ഉണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ ചെയിൻ ഓഫ് കമാൻഡ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സെൻട്രൽ കമാൻഡ് അവർക്കില്ല. അവർ ഓരോ പ്രാദേശിക ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അതിൻ്റെ തലവൻ ആരാണോ അവർ പറയുന്നതിനനുസരിച്ച് തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ മിസൈൽ വർഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒമാനിലേക്ക് പോലും എന്ത് ചെയ്തത്? മിസൈൽ അടിച്ചത്. ഇപ്പോൾ ആ പ്രാദേശിക ഗ്രൂപ്പിൻ്റെ ആളിന് ഇന്ന തുർക്കിയോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ തുർക്കിയിലേക്കും പോട്ടെ ഒരു മിസൈൽ എന്ന് പറയും. അല്ലെങ്കിൽ ഒമാനിലേക്ക് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഒമാനിലേക്ക് പോട്ടെ എന്ന് പറയും. ഇല്ല, ചെയിൻ ഓഫ് കമാൻഡ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന അരാജകത്വം നിറയുന്നതായിരിക്കുന്ന ഇറാൻ. ആ ഇറാന് കുറേ ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല, പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിന്. അവരുടെ ഏരിയ 51 അവരെന്താണോ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ലോകത്തിന് അറിയാൻ പാടില്ല. അത്ര കരുത്തിട്ടതായിരിക്കുന്ന ഒരു രാജ്യം.